നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് എറണാകുളം സെഷൻസ് കോടതി. 10 പ്രതികൾ ഉൾപ്പെട്ട കേസിൽ വിധി പ്രസ്താവനത്തിന് 1 മുതൽ 6 വരെയുള്ളവരെയാണ് കുറ്റക്കാർ. അതേസമയം 7 മുതൽ 10 വരെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടു. പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം 12-ന് വിധിക്കും. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എറണാകുളം സെഷൻസ് കോടതി. അതേസമയം 7 മുതൽ 10 വരെയുള്ള നടൻ ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടിരിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ 7 മുതൽ 10 വരെയുള്ള പ്രതികൾക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവം എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി ഹണി എം തോമസ് പ്രസ്താവിച്ചത് എന്നുള്ളതും കൂടിയാണ് ഏറെ പ്രധാനം. നമുക്കറിയാം 2017 ഫെബ്രുവരി 17-നാണ് ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ടത്. ആക്രമിക്കപ്പെട്ട ഒരു സംഭവത്തിൽ നേരിട്ടിടപെട്ടിട്ടുള്ള പ്രതികളാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. ഇവരെയാണ് കുറ്റക്കാരാണെന്ന് എറണാകുളം സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ഇതിൽ നേരിട്ടിടപെടാത്ത 7 മുതൽ 10 വരെയുള്ള പ്രതികൾ, അതായത് 7-ാം പ്രതിക്ക് മേൽ ചുമത്തിയിരുന്ന കുറ്റം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഒളിവിൽ താമസിക്കാനായി സഹായം നൽകി എന്നുള്ളതാണ്. 8-ാം പ്രതി നടൻ ദിലീപിലേക്ക് എത്തുമ്പോൾ ഈ സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൊട്ടേഷൻ പൾസർ സുനി എന്ന 1-ാം പ്രതിക്ക് നൽകിയത് 8-ാം പ്രതിയായ നടൻ ദിലീപ് അത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു നടൻ ദിലീപിന് മേൽ ചുമത്തിയിരുന്ന കുറ്റം. 9-ാം പ്രതി മേസ്തിരി സനലിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് മേലുള്ള കുറ്റം ഈ 1 മുതൽ 6 വരെയുള്ള അല്ലെങ്കിൽ ഇതിലെ പ്രതികൾക്ക് ജയിലിൽ വേണ്ട സഹായങ്ങൾ നൽകി എന്നുള്ളതായിരുന്നു. 10-ാം പ്രതിയിലേക്ക് എത്തുമ്പോൾ അത് ദിലീപിൻ്റെ സുഹൃത്തായിരുന്നു. ദിലീപിൻ്റെ സുഹൃത്തിനെ സംബന്ധിച്ച് 10-ാം പ്രതിയായ ദിലീപിൻ്റെ സുഹൃത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്ന കുറ്റം എന്ന് പറയുന്നത് തെളിവ് നശിപ്പിക്കലായിരുന്നു. ഈ 7 മുതൽ 10 വരെയുള്ള പ്രതികൾക്ക് മേലുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ മേൽ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ അത് കണ്ടെത്താൻ പ്രോസിക്യൂഷന് സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെ ഉടലെടുത്തിരിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യം ഉടലെടുത്തത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവത്തിലേക്ക് ഹണി എം തോമസിന് എത്തേണ്ടി വന്നത് എന്നുള്ളത് തന്നെയാണ് വ്യക്തം. നിലവിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് വേണ്ട ശിക്ഷ, അവർക്കുള്ള ശിക്ഷാവിധി പ്രസ്താവിക്കുക ഈ മാസം 12-നാണ്. അതുവരെ ഇവരുടെ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിൽ വെക്കും എന്നുള്ളതും കൂടിയാണ് ഹണി എം തോമസ് വ്യക്തമാക്കിയത്. 6 വർഷം നീണ്ട വിചാരണ നടപടികൾ, നിരവധി സാക്ഷികൾ, നിരവധി രേഖകൾ, ഒപ്പം 90ഓളം ഹർജികൾ സമർപ്പിച്ച നടൻ ദിലീപിൻ്റെ നീക്കങ്ങൾ, സെഷൻസ് കോടതിയെ വരെ പ്രതിക്കൂട്ടിലാക്കിയ അതിജീവിതയുടെ നിയമ നടപടികൾ, ഇത്തരത്തിൽ സംഭവ വികാസങ്ങൾ നിറഞ്ഞ ഒരുപാട് നാളുകൾ ഈ കേസുമായി സംബന്ധിച്ച് ഈ സമൂഹത്തിന് പറയാനുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിനുള്ളിലുണ്ട്. ഈ മലയാളത്തിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരുപാട് നീക്കങ്ങൾ, മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ താരങ്ങൾ മണ്ണിലിറങ്ങി വന്ന സാഹചര്യങ്ങൾ വരെ ഉടലെടുത്ത ചില നിമിഷങ്ങൾ, മലയാള സിനിമയിലെ വനിതകൾ രാജിവെച്ചിറങ്ങി, അതായത് അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ചിറങ്ങി ഒരുമിച്ചൊരു കൂട്ടായ്മയുണ്ടാക്കുന്നു, ശേഷം അതിജീവിതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു. ശേഷം നടന്നതെല്ലാം വലിയ രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇതെല്ലാത്തിനും മൂല കാരണമായിട്ടുള്ള ഈ കേസ്, അതിജീവിത നടി ആക്രമിക്കപ്പെട്ട കേസ് ഇപ്പോൾ വിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതേസമയം 7 മുതൽ 10 വരെയുള്ള നടൻ ദിലീപ് അടക്കമുള്ള പ്രതികൾ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടിരിക്കുന്നു. ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്.